തിരുവനന്തപുരത്ത് വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും ലഹരി സംഘം നടു റോഡിൽ മർദ്ദിച്ചുവെന്ന് പരാതി ഉയരുന്നു. ബൈക്കുകളിലെത്തിയ സംഘം പണം കവർന്നു. വെള്ളറട സ്വദേശി സരിതയ്ക്കും ഭർത്താവ് രതീഷിനുമാണ് മർദ്ദനമേറ്റത്. അമ്പൂരി സ്വദേശിയായ പാസ്റ്ററേയും സംഘം വെട്ടി പരിക്കേൽപ്പിച്ചുവെന്ന് വാർത്തയുണ്ട്. അക്രമി സംഘത്തിലെ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നും വിവരം. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം, എങ്ങനെയാണ് സംഭവം, എപ്പോഴായിരുന്നു മറ്റു കാര്യങ്ങൾ? തിരുവനന്തപുരം വെള്ളറട കണ്ണനൂരിലാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് 3 ബൈക്കുകളിലായി എത്തിയ 4 അംഗ സംഘം അത് ഈ വെള്ളറട കണ്ണനൂരിൽ ഇറങ്ങുകയും ഈ വഴിയാത്രക്കാർ, അതായത് ഈ വണ്ടികളിലും ബൈക്കുകളിലും ഒക്കെ പോകുന്ന യാത്രക്കാരിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാനായി എത്തിയതാണ് ഈ പറയുന്ന ഈ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയും ഭർത്താവും. എന്നാൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്തതിനെ തടയുകയും അതിന് പിന്നാലെ ഇവർക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തു. അതുവഴി പോയൊരു പാസ്റ്റർ, ഈ അമ്പൂരി സ്വദേശിയായ ഒരു പാസ്റ്റർക്കും ഇത്തരത്തിൽ ഈ ഗുണ്ടാ സംഘത്തിന്റെ വെട്ടേറ്റിട്ടുണ്ട്. എന്തായാലും ഇവർ ആശുപത്രിയിലേക്ക് പോവുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ സംഘത്തിലുള്ള ഒരാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ബാക്കി 3 പേർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിനാടകീയമായ സംഭവം തന്നെയാണ് ഇന്നലെ ഈ അമ്പൂരിയിൽ നടന്നത്. അതായത് ഇത്തരത്തിൽ വഴിയിൽ ഇറങ്ങി നിൽക്കുക, അതിന് പിന്നാലെ യാത്രക്കാരിൽ നിന്ന് പണപ്പിരിവ് നടത്തുക, ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നടന്നത്. നാട്ടുകാർ ഇടപെട്ടപ്പോൾ നാട്ടുകാർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്ന ഒരു സമീപനം ഈ ഗുണ്ടകളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം നടക്കുകയാണ്. താങ്ക് യു അഖിൽ ഷാ.